സ്വർണ്ണവില കിളിങ്ങണല്ലോ. KSFE ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSFE ഗോൾഡ് ലോൺ. அது பார்த்து அது பிரபு கூட இருக்குது. ரொம்ப நல்லா അന്ന് പറയാൻ പറ്റിയില്ല സ്റ്റേജിൽ കാണാൻ ഞാനിങ്ങനെ പറഞ്ഞ സാർ അത് കൊഞ്ചം நான் எக்ஸாஜரேட் பண்ணு கிடையாது எக்ஸாஜரேஷனே கிடையாது அப்படிதான் பிரபு சாப்பாட்டு விஷயத்தில் நான் വീട്ടിൽ എவ்வளோ பார்த்துருக்கேன் 50 വാട്ടി பார்த்துருக்கேன். ഞങ്ങൾക്ക് പോസ്റ്ററിലൂടെ ജയറാമിനെ തിരിച്ച് കിട്ടിയെന്ന് പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു പാതിയിൽ വളരെ ഫെയിലിയർ ആയിട്ടുള്ള ആക്ടറാണ്. എനിക്കെപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്നെ കറക്റ്റായിട്ട് വിൽക്കാനോ അല്ലെങ്കിൽ എന്നെ മാർക്കറ്റ് ചെയ്യാനോ എൻ്റെ കറക്റ്റായിട്ടുള്ള PR വർക്കുകൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് അങ്ങനെ ഈ കാലഘട്ടത്തിൽ അതും കൂടി വേണം. അതിൻ്റെ നടുക്ക കൂടെ കാറിൻ്റെ ഡോറ് തുറങ്ങുന്നത് ഇറങ്ങുന്നത് തൊട്ട് കംപ്ലീറ്റ് വിത്ത് മ്യൂസിക് ഒക്കെ ഇട്ട് അവരിട്ടുള്ളൂ. ആ കംപ്ലീറ്റ് ഹൈദരാബാദ് എയർപോർട്ടിൽ ജയറാം നില വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഫാനൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. നമ്മൾ നടക്കുമ്പോൾ ഫുള്ളായിട്ട് ഫാനൊക്കെ വെച്ചൊരു മുടിയൊക്കെ പറന്നിട്ട് എനിക്ക് വേണ്ടി നടക്കാൻ. ഒരിക്കലും അവരെ പറ്റിക്കാത്ത അവർക്കൊരു ഇത് തോന്നാത്ത സിനിമകൾ ഇനിയും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ എല്ലാം സകല ഡേറ്റ് ഇത്രയും വർഷം 36 വർഷമായിട്ട് എനിക്കൊരു ഡയറി ഇല്ല. ഒരു പേനയോ ഡയറിയോ ഒരു ഡേറ്റ് എഴുതി വെക്കുന്നതോ അല്ലെങ്കിൽ മൊബൈലിൽ ഒന്നുമില്ല. ചെണ്ടൊക്കെ ബുക്കിംഗ് ആൾക്കാർക്ക് മറ്റേത് അത് ഉത്സവം പറ്റുക എല്ലാം ഒരൊറ്റ നമ്പറേ ഉള്ളൂ. ഇനി എനിക്കൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നൊരു ഭാഷ ഭോജ്പൂരിയാണ്. കുറേ പടങ്ങൾക്ക് എന്നെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം ഇങ്ങനെ കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ആ ഊട്ടിയിലേക്ക് തിരിയുന്നൊരു വഴിയുണ്ട്. ഊട്ടി റോഡിലേക്ക് പോകും. നോക്കുമ്പോൾ ഒരു ചായക്കടയ്ക്ക് വലിയ പശിക്കത് മണിന്ന് പേര് വെച്ചിരിക്കുന്നു. പ്രൊഫസറിന്റെ ഫോട്ടോ വെച്ചിട്ട് അവന് വണ്ടി ഒന്നെടുത്തിട്ട് അയച്ചു കൊടുത്ത് ഈ മിമിക്രി എന്ന് പറയുന്ന സാധനം ഹ്യൂമറിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇമോഷണൽ സീക്വൻസ് പല കാലങ്ങളിലായിട്ടുള്ള ഇമോഷൻ ഇപ്പം നമ്മൾ വേലായുധൻകുട്ടിയുടെ ഇമോഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ശരിക്കും കരഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ സീക്വൻസ് ഉണ്ട് അതിൽ. ഈ പറയുന്ന അവിടെ എത്തിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഇടയ്ക്ക് ആര് പറയുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് തൊഴിലില്ലാതെ നാട് വിട്ട ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ജയറാമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബോംബെ പോകുന്നുണ്ട്. പക്ഷെ പോകുന്നത് മാത്രമല്ല പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അവിടുത്തുകാരനായി മാറുന്നുണ്ടെന്ന്. നമ്മൾ നമുക്ക് ആക്ടർ ജയറാമിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നാട്ടിൽ പോയി കഴിഞ്ഞാലും തമിഴിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തുകാരനായിട്ടാണ് ആളുകൾ ഇത് ചെയ്യുന്നത്. തെലുങ്കിൽ അവരുടെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ പെങ്ങന്മാർ കല്യാണം കഴിയാൻ നിൽക്കുന്നത് അതെ പ്രാരാബ്ദങ്ങളുടെ കളിയായിരുന്നു. തൊഴിൽ മര്യാദ തൊഴിൽ എനിക്ക് ഒന്നിലും ഉണ്ടായിട്ടില്ല. പെങ്ങന്മാരെ കെട്ടിക്കാനുള്ള സ്വന്തമായിട്ട് കല്യാണം കഴിക്കാൻ നല്ല പാടായിരുന്നു. ആ സമയത്ത് വളരെ പാടായിരുന്നു. കെട്ടിച്ചു തരാൻ തയ്യാറാവുന്ന ആരും അപ്പുറത്തെ സൈഡിൽ ഉണ്ടാവില്ല. ഏറ്റവും എതിര് നിൽക്കുന്നത് അമ്മായിച്ചനായിരിക്കും എന്നെ കൊല്ലാൻ നടക്കുന്നത്. അല്ല ഞാൻ ചോദിച്ചത് ഈ ഇമോഷണൽ സീക്വൻസ് അതിപ്പോൾ വേലായുധൻകുട്ടിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം നമ്മുടെ അവരനിലെ ക്യാരക്ടറാണ് ഇമോഷണൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളുരുകി ചെയ്യുന്ന. ഇപ്പം നമ്മൾ പാച്ചു എന്ന് പറയുന്ന ക്യാരക്ടർ കാണുമ്പോഴും ഭയങ്കര അതായത് ഒരു പൊട്ടിത്തകരുന്ന ഉള്ളിൽ വിങ്ങുന്ന ക്യാരക്ടർ ചെയ്യുന്നല്ലോ. ഭയങ്കര എളുപ്പമല്ല എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴൊക്കെയോ റിയൽ ലൈഫ് മൊമെന്റിൽ ജയറാമേട്ടൻ കരയുന്നത് ഇമോഷണലായി നിൽക്കുന്നതൊക്കെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഒടുവിൽ നമ്മുടെ ശബരിമലയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് നിൽക്കുന്ന കാണാറുണ്ട്. പക്ഷെ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് ഉണ്ടാക്കിയെടുക്കുക അത്ര എളുപ്പമല്ലല്ലോ. പലപ്പോഴും പറയുന്ന ഒരാൾ ഉള്ളുരുകി നിൽക്കുന്നത് പെർഫോം ചെയ്യാനായിരിക്കും ഏറ്റവും പാടെന്ന് പല ആക്ടേഴ്സും പറയാറുണ്ട്. ഈ കരച്ചിൽ അഭിനയിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു മീറ്ററും അതിനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു? അത് ഓരോ ഡയറക്ടർക്ക് അനുസരിച്ചിട്ട് അത് ആ സീൻ വിവരിച്ച് തരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ പാട്ട് പാടുന്നതിനിടയ്ക്ക് സത്യേട്ടൻ വന്നിങ്ങനെ പറഞ്ഞു, അകലാതെ അകലുന്നു സ്നേഹാംബർ നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം എന്ന് പറയുമ്പോൾ തിലകൻ ചേട്ടൻ ഒന്നും ഇങ്ങോട്ട് നോക്കും. ഒന്ന് നോക്കുമ്പോൾ അതിലറിയാതെ ഒന്ന് കണ്ണ് നനഞ്ഞേക്കണേ വിളിച്ചരും വേണമെന്ന് ചോദിച്ചു. വേണ്ട ആ പാട്ടിനകത്ത് തന്നെ ഇല്ലേ ആ പാട്ട് പാടുമ്പോൾ ഒരു തിലകൻ ചേട്ടൻ്റെ ലുക്ക് ഉണ്ട് അവിടെ നിന്ന് നോക്കൂ. അത് അറിയാതെ ആ സമയത്ത് ആ സീനിലുണ്ടത്. പിന്നെ ഇതേ കാര്യം എനിക്ക് തോന്നുന്നത് എപ്പോഴും നോക്കണം ലയിച്ച്, അതായത് നമ്മളെപ്പോഴും അതായത് പ്രേം നസീർ സാറ് മുതൽ ഏറ്റവും ജൂനിയറായ ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോമ്പിനേഷനിൽ അങ്ങനെ ലയിച്ച് നിൽക്കുന്ന സാധനമുണ്ട്. ഇപ്പം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനായിട്ട് ഒരു ക്യാരക്ടർ കോംബോ വരുന്ന സമയത്ത് അവിടുത്തെ ഇന്നലെ മുതൽ വന്ന ആളല്ല, എത്രയോ കാലമായിട്ട് ഇവർ നാട്ടിലെ ആ കവലയിൽ സംസാരിക്കുന്നവരാണ്. അതിപ്പോൾ ഏത് പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു വല്ലാത്തൊരു എന്താ പറയുക മനപ്പൊരുത്തുന്നോ നമ്മൾ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് വല്ലാതെ വർക്കാവുന്നൊരു സീനുണ്ട്. അതേസമയം ഇപ്പം മമ്മൂക്കയോ ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻസ് വരുവാണെങ്കിൽ അങ്ങനെയാണ്. ഈ പറയുന്ന ഫീമെയിൽ ആക്ടേഴ്സിൻ്റെ വരുവാണെങ്കിൽ ഈ കോമ്പിനേഷനിൽ ഭയങ്കര രസമായിട്ട് ഒരു പൊരുത്തം ഫീൽ ചെയ്യുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ഇടഞ്ഞു പോവാത്ത തരത്തിലൊരു പൊരുത്തം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നതൊക്കെ എല്ലാം എന്താ ഈ കോമ്പിനേഷൻ കിട്ടിയത് മുഴുവനാണ്
എന്നെ സംബന്ധിച്ച് എപ്പോഴും ഭാഗ്യമായിട്ട് ഞാൻ പറയും. അതെ. മണിരത്നം പോലും പണ്ടൊരിക്കൽ എന്നെ കണ്ടപ്പോൾ, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മലയാളം എന്ത് ബ്ലെസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ്. മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇന്നസെൻറ്റ്, മറ്റേവർ, നെടുമുടി വേണു, തിലകൻ ചേട്ടൻ, ഇങ്ങനെ ഒരു ലിസ്റ്റ് പുള്ളി ഇങ്ങനെ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒന്ന്, ഇതില്ലെങ്കിൽ ഇവിടെ ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉള്ള. അപ്പോൾ ആ കാലഘട്ടത്തൊക്കെ ഇവരുടെ കൂടെ ചെയ്യാൻ പറ്റിയില്ലേ, നമ്മൾ നിന്ന് കൊടുത്താൽ മതിയല്ലോ. സപ്പോർട്ടിംഗ് ആയിട്ട് ഇവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ ഒടുവിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ ഏതോ നാട്ടിൽ നിന്ന് ഒന്നിച്ച് വണ്ടി കയറി വന്ന് അഭിനയിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ തൂവൽ കൊട്ടാരത്തിലെ സീനൊക്കെ ഞാനിപ്പോൾ ഇന്നാൾ കാണുമ്പോൾ അത് ആലോചിക്കുന്നത്, എന്തൊരു ഇതാണ്. ഒടുവിലിനറിയാം വിഷമം, ഞാൻ അനുഭവിക്കുന്ന വിഷമം. ഇപ്പം എന്താ ഉണ്ടായേ പുള്ളി ചോദിക്കും. കൈതമുള്ളിൽ പിടിച്ച അവസ്ഥയാണ് ചേട്ടാ, മേപ്പെട്ടുമില്ല കീപ്പെട്ടില്ല, ആകെ ജീവിതം അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ കാണിക്കുമ്പോൾ അറിയാതെ പുള്ളിയുടെ ഉള്ളിൽ നനഞ്ഞിട്ട് ആ ഒടുവിലിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ട് ആ സമയത്ത്. എന്താ ഇത് പറയുമ്പോൾ തന്നെ നമുക്കും അല്ലാതെ വരും. ഭയങ്കര അത് ഈ സത്യത്തിൽ മിമിക്രിയിൽ എപ്പോഴും ഒരു ഇംപ്രവൈസേഷൻ ഉണ്ടാവുമെന്ന് പറയും. അതായത് 3-4 സ്റ്റേജിൽ ഒരേ പെർഫോമൻസ് നടത്തുമ്പോഴും ഇവർ തമ്മിലൊരു പ്രത്യേക ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്തിട്ട് തൊട്ട് മുമ്പ് സ്റ്റേജിൽ കണ്ട ഒരാൾക്ക് ഇത് ഞങ്ങൾ കണ്ട സ്റ്റേജിൽ ഇല്ലായിരുന്നല്ലോ എന്ന് തോന്നുന്ന ഒരു പുതിയ ഇംപ്രവൈസ്ഡ് വേർഷൻ. ശരിക്കും സിനിമയിൽ അങ്ങനെ ഭയങ്കര കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. നമ്മളൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും ഡയറക്ടർ പറയും അത് വേണം. നമുക്കറിയാം അവരുടെ, കാരണം ഇവരുടെ കൂടെ കുറേ സിനിമകൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ കമലിൻ്റെ കൂടെ വരയ്ക്കുമ്പോൾ കമലിൻ്റെ അളവ് എത്രയാണ്, സത്യേട്ടൻ്റെ എത്രയാണ്, കുറച്ചും കൂടി രാജസേൻ്റെ സിനിമയിൽ പോകുമ്പോൾ തമാശകൾ കൂടുതൽ അങ്ങനെ വേണോ, ഭരതേട്ടൻ്റെ കൂടെ പോകുമ്പോൾ, ഐ വി ശശിധരൻ്റെ കൂടെ പോകുമ്പോൾ മറ്റേതെല്ലാം അവരോരോ കൂടെ പോകുമ്പോൾ അറിയാതെ ആ മീറ്റർ കൃത്യം എത്രയാണ് അത് ചെയ്ത് കാണിക്കുമ്പോൾ ഒന്ന് മേപ്പോട്ടൊക്കെ ഇവിടെ പറഞ്ഞാൽ മതി, ഒരു ദിവസം കിട്ടിയാൽ പിന്നെ നമുക്ക് പോകാം. ശരിക്കും കമൽഹാസൻ അത്ര വലിയ സക്സസ്സിൽ വിക്രത്തിലൂടെ തിരിച്ചു വരുമ്പോൾ ഉറപ്പായും കണ്ണൻ അതിലുണ്ട്. അതല്ലാതെ ഒരു പേഴ്സണലി ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായ സമയമായിരുന്നു. അയ്യോ പറയാനുണ്ടോ, അതെനിക്ക് മാത്രമുള്ള ഹാപ്പിനെസ് ആണോ? തമിഴ്നാട് മാത്രമാണോ? കേരളം മാത്രമാണോ? ഇത് മാത്രമാണോ? ഇന്ത്യ മാത്രമാണോ? ലോകം മുഴുവൻ അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്കുള്ള സന്തോഷം ഇനിയും തീർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാണ്. പൊതുവെ തിയേറ്റർ വാച്ച് നടത്താറുള്ള ആളാണല്ലോ, എല്ലാ തിയേറ്ററിൽ പോയി തന്നെ കാണുന്നത്. എന്തായിരുന്നു വിക്രം കണ്ടപ്പോൾ ഉള്ളൊരു പേഴ്സണൽ അനുഭവം? അയ്യോ, ഒന്നാമത് ഒരു 30 വർഷമായിട്ട് തമിഴ്നാട്ടിൽ താമസിക്കുന്ന ആളാണ്. അത് ഒരു കൾച്ചറാണ് ഈ സിനിമ. ഇപ്പോഴും അത് എല്ലായിടത്തും ഉണ്ട്. എന്നാലും ഫസ്റ്റ് ഡേ ചില പർട്ടിക്കുലർ തിയേറ്ററുകളുണ്ട്. ഞങ്ങളുടെ അടുത്ത് കാശി തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്റർ, അത് ഇപ്പോഴും കാശി തിയേറ്ററിലൊക്കെ സീറ്റിന്റെ മുകളിൽ നിന്നേ സിനിമ കാണാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് കൂടെ നിറയെ മറ്റേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അത് കമൽ സാറിൻ്റെ പടമായാലും രജനി സാറിൻ്റെ പടമായാലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള സൂപ്പർ സ്റ്റാറുകളായിട്ട് നിൽക്കുന്ന എല്ലാവരും അങ്ങനത്തെ സിനിമകളൊക്കെ അങ്ങനെ തന്നെ കാണുന്നേ പോയി. അതാണ് ഭയങ്കര രസമാണത്. ഞാൻ അങ്ങനെ പോയി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജയിലർ ഞാൻ അങ്ങനെയാണ് പോയി. വിക്രം അങ്ങനെയാണ് കണ്ടത്. അത് മാത്രമല്ല ജയറാമേട്ടൻ എനിക്ക് തോന്നുന്ന സാധനം ഇവരൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫോണിൽ വിളിച്ച് ഇത് സംസാരിക്കുന്ന ബന്ധമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നമ്പിയുടെ ക്യാരക്ടർ കണ്ടിട്ട് രജനീകാന്ത് കണ്ട് 2 പ്രാവശ്യം വിളിച്ചു സാർ. എന്തായിരുന്നു പറഞ്ഞത്? 2 പ്രാവശ്യം വിളിച്ചതാണ്. ജയറാം അത് പാറ്റേ അത് പ്രഭു കൂടെ இருக்குது ரொம்ப நல்லா അന്ന് പറയാൻ പറ്റിയില്ല സ്റ്റേജിൽ കാണാൻ പറ്റാതെ. ഞാനിങ്ങനെ പറഞ്ഞ സാർ അത് കൊഞ്ചം நான் எக்ஸாஜரேட் பண்ணு. கிடையாது எக்ஸாஜரேஷனே கிடையாது, அப்படிதான் பிரபு சாப்பாட்டு விஷயத்தில் நான் வீட்டில் எவ்வளோ பார்த்துருக்கேன், 50 വാട്ടി பார்த்துருக்கேன். സൂപ്പർ. അത് മാത്രമല്ല എനിക്കൊന്ന് ചെറിയ കുട്ടികളൊരു മണി പസിക്കുന്ന മണി എന്നുള്ളത് പിന്നെ ഒരു ടാഗ് പോലായി. എവിടെ പോയാലും ജയറാമേട്ടാന്ന് വിളിക്കുന്നതിന് പകരം ഇത് വിളിക്കാനുള്ള. പ്രഭു സാർ ആ കാലഘട്ടത്തിൽ എവിടെയും എയർപോർട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ സൈഡിൽ നിന്ന് ആൾക്കാർ മണി പ്രഭു സാർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നു, ഒന്നാലെ വെളിയിലേ പോക മുടിയില്ലപ്പാ, എയർപോർട്ടിലെല്ലാം പോകണല്ലോ, എല്ലാവരും പസിക്കുന്നത് മണി. അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം ഇങ്ങനെ കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ആ ഊട്ടിയിലേക്ക് തിരിയുന്നൊരു വഴിയുണ്ട്, ഊട്ടി റോഡിലേക്ക് പോയി നോക്കുമ്പോൾ ഒരു ചായക്കടയ്ക്ക് വലിയ പസിക്കുന്നത് മണിന്ന് പേര് വെച്ചിരിക്കുന്നു. പ്രഭു സാറിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ വണ്ടി ഒന്നെടുത്തിട്ട് അയച്ചു കൊടുത്ത്, അടപ്പാവി തൊല്ല താങ്ക മുടിയില്ലേപ്പാ അതെങ്കിൽ ഞാൻ പറഞ്ഞു കോയമ്പത്തൂരാന്ന് പറഞ്ഞു. നമ്മൾ ശരിക്കും ആലോചിക്കുമ്പോഴേ ഒരു പെരുമ്പാവൂരുകാരനായ ഉത്സവപ്പറമ്പിൽ മിമിക്രി പെർഫോം ചെയ്ത് നടന്ന, ലോട്ടറി അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്ക് അനൗൺസ്മെൻറ്റ് ചെയ്ത ഒരാൾ നമ്മൾ നോക്കുമ്പം 36-ാം വർഷത്തെ കരിയറിൽ ഈ 4 ഭാഷകളിൽ സിനിമ ചെയ്യുന്നു എന്നതിനപ്പുറത്ത് ഇവിടെയെല്ലാം വളരെ തീവ്ര ബന്ധമാണ്. കാരണം രജനീകാന്തും പ്രഭുവൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ
അങ്ങനെ ഒരു മിമിക്രി പെർഫോം ചെയ്യുന്നത് അവരുമായിട്ടുള്ള ഏറ്റവും വലിയ ബോണ്ടിങ്ങിന്റെ പുറത്തു കൂടിയാണ്. അത് ആ ഫണ്ണ് എൻജോയ് ചെയ്യാവുന്ന ഒരു ക്രൗഡ് കൂടി അവരെ മാറ്റുന്ന ഒരു അടുപ്പം ഉണ്ടാക്കുമല്ലോ. ശരിക്കും ജയറാം എന്ന് പറയുന്നൊരു ഹ്യൂമൻ ബീയിങ് ഈ പറയുന്ന ഭാഷാതീതമായി ഉണ്ടാക്കുന്ന ഒരു സൗഹൃദം ഉണ്ടല്ലോ. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് കമൽ സാർ കേരളത്തിൽ എന്ത് ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞാലും ഒരു ചോദ്യവും ഒരു ഉത്തരവും ജയറാം എന്ന് പറയുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ആ അടുപ്പത്തെക്കുറിച്ചാണ്. അതിൽ ഈ അടുപ്പം അത് സൃഷ്ടിച്ചെടുത്ത ഒരു സംഗതി എങ്ങനെയാണ്? ഇവരൊക്കെ ആയിട്ട് ഞാൻ ഒരു കുടുംബ സുഹൃത്തിനെ പോലെയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സഹോദരനെ തുല്യമായിട്ടുള്ളൊരു ബന്ധമാണല്ലോ ഇവരിലായിട്ട്. അറിയില്ല കേട്ടോ, ഞാനത് എങ്ങനെ പറയും, ഞാനത് അതെന്തോ സംഭവിച്ചു പോകുന്നതാണ്. ലാൽ സാറൊക്കെ പറയുന്ന പോലെ സംഭവിക്കുന്നതെന്ന് പറയുന്ന കാര്യമായിരിക്കാം. അതൊരു ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതാറുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാരുടെ പ്രസൻസ് നമുക്ക്, ചില ആൾക്കാർ ഇരിക്കുമ്പോൾ ആൾക്കാർ പറയില്ലേ, അയ്യോ ആ ഏരിയയിലേക്ക് പോകണ്ട മാറിയിരിക്കാന്ന്. അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ദൈവമേ എന്ന് ആലോചിച്ചപ്പോൾ തെലുങ്കിൽ പോയാലും അവരാരും ഇപ്പോൾ പ്രഭാസിൻ്റെ കൂടെ അഭിനയിച്ചു, അല്ലു അർജുൻ്റെ കൂടെ അഭിനയിച്ചു, രാംചരൻ്റെ കൂടെ അഭിനയിച്ചു, മഹേഷ് ബാബു സാറിൻ്റെ കൂടെ അഭിനയിച്ചു, രവി തേജയുടെ കൂടെ അഭിനയിച്ചു, എല്ലാവരുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. അവരാരും കാരവനിലേക്ക് പോവില്ല. സാർ നിങ്ങൾ പോരെങ്കിൽ ഇല്ലില്ലെങ്കിൽ അതാ വേണ്ട ചേരക്കിട്ട് വാ ഇട്ടിരിക്കുക, അപ്പുറം ചൊല്ലിക്കുക അടുത്തത്. എല്ലാവരും നമ്മുടെ പ്രസൻസ് എന്തെങ്കിലുമൊക്കെ പറയാൻ ഇതൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ചില കാര്യങ്ങൾ എനിക്കിത് തമിഴിലോ അല്ലെങ്കിൽ മലയാളത്തിൽ പറയാൻ പറ്റില്ല, മതി ആ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ എൻജോയ് ചെയ്തോളാം. ഇപ്പോൾ വിജയ് സാറിൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്. അതെ. വീണ്ടും വെങ്കട് പ്രഭുവിനൊപ്പമാണ്. വെങ്കട് പ്രഭുവാണ് നമ്മുടെ ഇതിലൊരു മേക്ക് ഓവർ, ഒരു വില്ലൻ ക്യാരക്ടർ നേരത്തെ സരോജയില്. അതെ, ആ ക്യാരക്ടർ എന്താ ഗോട്ടിലെ ക്യാരക്ടർ? അല്ല അത് ഞാൻ റിയലി അല്ല, എന്നാലും ഞാൻ പറയുന്നത് നമ്മുടെ പ്രസൻസ് അവിടെ പോകുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ரொம்ப என்ஜாய் பண்ணுற சார் அவங்க கூட இருக்கும்போது പറയും, ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. ഇല്ല, പക്ഷേ ഇതിൽ വേറൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ ഇതേ ജയറാമേട്ടൻ ഒരു അവാർഡ്, അത് ഏഷ്യാനെറ്റിൻ്റെ മനോരമ ഏതെങ്കിലും ഒരു അവാർഡ് നൈറ്റിൻ്റെ സ്പേസിൽ വന്നാലും മുഴുവൻ ക്രൗഡിനെ, അല്ലാതെ ഈ ക്രൗഡ് ഒന്നാകെ ചിരിക്കുന്ന, അവരിങ്ങനെ ഇളകി ആടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഈ PS1-ൻ്റെയും 2-ൻ്റെയും സ്ഥലത്തുണ്ടാക്കിയത് ശരിക്കും വേറെ തരത്തിൽ ആളുകൾക്ക് സർപ്രൈസാണ്. ആളുകളൊരു ടിപ്പിക്കൽ ഓഡിയോ ലോഞ്ച് വന്നെടുത്ത് ഒരു എന്താ പറയുക വലിയ മാസ് എന്റർടൈനർ സംഗതി വരുന്ന സാധനമാണല്ലോ. അത് ഒരു ഓൺ ടൈം അപ്പം നേരത്തെ പ്ലാൻ ചെയ്ത് വരുന്ന സംഗതിയാണല്ലോ. അല്ല, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്റ്റേജിൽ കയറാൻ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പ്രോഗ്രാം വരുന്നു, എല്ലാവരും അന്ന് റഹ്മാൻ സാർ 4-5 പാട്ടുകൾ പാടുന്നു. അതിനകത്ത് ശിവമണി സാറിൻ്റെ സ്റ്റേജിൽ വേറെ ആരുമില്ല, ഒരാളും കയറുന്നതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഈ പ്രോഗ്രാം തുടങ്ങാൻ ലേറ്റായി വന്നപ്പോൾ മണിസാർ ഈ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കരതാണ്. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കാലത്ത് 6 മണിക്ക് ഫസ്റ്റ് ഷോട്ടാണ്, ഒരു ദിവസം പോലും മാറിയിട്ടില്ല. 3 മണിക്ക് വേക്കപ്പ് കോളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ 6:30 പ്രോഗ്രാം തുടങ്ങാൻ വൈദ്യുതോടുകൂടി എനിക്ക് കാണാൻ ഇങ്ങനെ ഈ മറ്റേ ഇത് കുട്ടിപ്പോട്ട പൂനെ എന്ന് പറയും തമിഴിൽ, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് എനിക്കൊരു കുറിപ്പ് കൊടുത്തയച്ചു, ക്യാൻ യു ഡൂ സംതിങ് ഇൻ ദ സ്റ്റേജ് എന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാർ എന്ത് കാണിക്കാൻ, മിമിക്രി ഒന്നും ഈ സ്റ്റേജിൽ അത് അപ്പോഴാണ് പറഞ്ഞത്, എല്ലാവരും പറഞ്ഞു പലരെയും ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് ലൊക്കേഷനിൽ എന്നൊക്കെ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാറിനെ ആയിരിക്കണം എനിക്ക് ആദ്യം ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്, ചെയ്യാമോയെന്ന് ചോദിച്ചു. ചെയ്തോളാം പറഞ്ഞു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്നൊരു ഫോൺ എടുത്തിട്ട് ഞാൻ വിളിച്ചു അങ്ങടേക്ക്, യുവർ ഡിസിഷൻ, ഇഫ് യു എന്നെ പെണ്ണാലും പെണ്ണിങ് നോ പ്രോബ്ലം പെണ്ണിങ്ങളും പറഞ്ഞു. ഓക്കെ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഹാസിനി മാം സാറും തന്നെ ചിരിച്ചു. നമ്മള് ഇവരുടെ ആരും ഇങ്ങനെ ഇളകി ചിരിക്കുന്നത് കണ്ടിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് റഹ്മാൻ സാറൊന്നും അങ്ങനെ നമ്മൾ ഇങ്ങനെ ചിരിക്കുന്ന കാണല്ലോ. വളരെ എനിക്കൊന്ന് ഇവർ വളരെ മണിസാറിനെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നിടത്ത് ഒരാളുടെ ഒരു മൈന്യൂട്ട് ഒബ്സർവേഷൻ ഉണ്ടല്ലോ. നമ്മൾ ജയറാമേട്ടൻ ചെയ്ത പകുതി ആളുകളെങ്കിലും നമ്മൾ വേറെ ആരും പിന്നീട് ഇമിറ്റേറ്റ് ചെയ്യുന്നൊന്നും പലപ്പോഴും കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഈ ഇപ്പം പ്രേം നസീർ അതുപോലത്തെ ഒരാളുകൾ, കാരണം അവരുടെ നടപ്പ് രീതി ശൈലി അത് ടോട്ടൽ ബോഡി ലാംഗ്വേജിലാണല്ലോ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഇപ്പോഴും ഒരാളുടെ കൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ, ഇപ്പം നാളെ പുതിയൊരു ആക്ടറിൻ്റെ കൂടെയാണ് പോകുന്ന സമയത്ത് ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഒബ്സർവേഷൻ സംഭവിക്കണമല്ലോ. അയ്യോ പിന്നെ തീർച്ചയായിട്ടും വെറുതെ നോക്കിയിരിക്കും. എന്തെങ്കിലും ഒരു പെക്യുലർ അയാളിൽ ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കും അയാൾ സംസാരിക്കാൻ. അതെ, അതിപ്പോഴും ഉണ്ടിട്ടോ. അതിങ്ങനെ ഒരു ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാനുള്ളത്. ഈ നമ്മൾ കോവിഡിന് ശേഷം നോക്കുകയാണെങ്കിൽ തിയേറ്റർ വലിയ എല്ലാവരും OTT ആണെന്ന് പറഞ്ഞിടത്ത് തിയേറ്റർ വലിയ ആഘോഷത്തോടെ തിരിച്ചു വരുവാണ്.
നമ്മൾ ഇപ്പം ക്രിക്കറ്റിൻ്റെ കാര്യം പറയുന്ന പോലെയാണ്. അപ്പോൾ കരിയറിൽ എത്ര സെഞ്ചുറി ഉണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് 2-3 പിന്നെ മാച്ചിൽ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ ഫോം പോയി എന്ന് പറയും. പക്ഷേ നമുക്ക് ഈ ലെജൻസിൻ്റെ എല്ലാം കംപാക്ക് ആണ് കാണുന്നത്. രജനീകാന്ത് ജയിലറുമായിട്ട് വരുന്നു, വിക്രം എന്ന് പറയുന്നത് കമൽഹാസൻ അദ്ദേഹം അർഹിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചുവരവ് നടത്തുന്നു. ഇപ്പം നേര് വന്നപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം പറയുന്നു, ഭീഷ്മപർവം. സത്യത്തിൽ അങ്ങനെ മലയാളി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കംപാക്കാണ് മലയാളത്തിൽ ജയറാം എന്ന് പറയുന്ന നടൻ്റെയും താരത്തിൻ്റെയും. അത് ജയറാമേട്ടന് ഇവിടെ എടുത്ത ഗ്യാപ്പ് കൊണ്ട് കൂടിയാണ്, വലിയ ഗ്യാപ്പ്. കാരണം നമ്മൾ അതർ ലാംഗ്വേജിൽ കാണുന്നുണ്ട്, അതെല്ലാം ഗ്രേറ്റ് കംബാക്ക് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്പി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പോലും അത്രയും സർപ്രൈസിംഗ് ആയ റോൾ മലയാളത്തിൽ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു സംഗതിയാണ്. ഇത് പേഴ്സണലി അങ്ങനെ ഒരു കംബാക്ക് ആഗ്രഹം എന്നുള്ള സംഗതി ഉണ്ടോ? അല്ല, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്ത എൻ്റെ ഡയറക്ടർ തൊട്ട് ചായ കൊണ്ട് തന്നിട്ടുള്ള ആൾക്കാർക്ക് വരെയും 100% പ്രതീക്ഷയാണ് ഓസ്ലറിനെ കുറിച്ച്. ഞാൻ ഡബ്ബിങ് സമയത്ത് സിനിമ കണ്ടു, ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഓരോ സീനും അടുത്ത സീൻ കാണാനായിട്ട് നമുക്കിന്നെ കൊതിയാവും എല്ലാം. പക്ഷേ ഇത് വർക്ക് ചെയ്തവരെല്ലാവരും പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. 100% തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകരാണ് പറയേണ്ടത്. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും 11-ാം തീയതി തിയേറ്ററിൽ പടം വരുമ്പോൾ ഞങ്ങൾക്ക് ഓസ്ലറിലൂടെ ജയറാമിനെ തിരിച്ച് കിട്ടിയെന്ന് പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്ന് പറയുമ്പം അവരുടെ ഓരോ തിരിച്ചുവരവിലും വലിയൊരു ക്രൗഡിനെ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ഫാൻസ് അസോസിയേഷൻ പോലത്തെ ഒരു ഫോം ഉണ്ടായിരുന്നു. ഇപ്പം 4 ലാംഗ്വേജിലും ലക്ഷക്കണക്കിന് ആരാധകരുണ്ടെങ്കിലും അങ്ങനെ ഒരു ഔദ്യോഗിക ഫോമിലുള്ള ഒരു ഫാൻസ് അസോസിയേഷനോ അതിൻ്റെ കാര്യങ്ങളോ അങ്ങനെ ഒരു തരം ഒരു പ്ലാനിങ് ഒന്നും കരിയറിൻ്റെ കാര്യത്തിലോ ക്യാരക്ടറിൻ്റെ കാര്യത്തിലോ സെലക്ഷൻ്റെ കാര്യത്തിലോ അങ്ങനെ നിർബന്ധബുദ്ധി ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു പാതിയിൽ വളരെ ഫെയിലിയർ ആയിട്ടുള്ള ആക്ടറാണ്. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്നെ കറക്റ്റായിട്ട് വിൽക്കാനോ അല്ലെങ്കിൽ എന്നെ മാർക്കറ്റ് ചെയ്യാനോ എൻ്റെ കറക്റ്റായിട്ടുള്ള PRO വർക്കുകൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് അങ്ങനെ ഈ കാലഘട്ടത്തിൽ അതും കൂടി വേണം. ഒരിക്കലും അതൊരു കുറവല്ല, അത് ഭയങ്കര പ്ലസ് പോയിൻ്റാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെ എന്നെ ബിസിനസ് ചെയ്യാം, എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ ഒരേ ഇതിൽ നിൽക്കും, എപ്പോഴും എങ്ങനെ ആ ഒരു ഓർഗനൈസേഷൻ അതിൽ ഞാൻ വളരെ വീക്കാണ്. 4 ലാംഗ്വേജിൽ ഏറ്റവും സുപരിചിതനായ ആക്ടേഴ്സിൽ ഒരാളാണ്. വളരെ വീക്കാണ് ഞാൻ. ഇപ്പോൾ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയുണ്ട്. ഞാനിപ്പോൾ വേറെ ഒരു ഇൻ്റർവ്യൂവിലും കൂടി പറഞ്ഞാണത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ എത്രത്തോളം അതെനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ മറ്റ് ഭാഷകളിൽ പോകുമ്പോൾ, ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ പോകുമ്പോൾ എയർപോർട്ട് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊന്നുണ്ട്. അതെ. അപ്പോൾ അവർ എൻ്റെ അടുത്തൊക്കെ വരാറുണ്ട് ലൊക്കേഷനിൽ. സർ എപ്പോഴാണ് തിരിച്ച് പോകുന്നത്, മദ്രാസിലേക്ക് പോകുന്നെങ്കിൽ ഞങ്ങളൊന്ന് അറേഞ്ച് ചെയ്യട്ടെ ഇത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഡ്രസ്സ് പല ടൈപ്പ് ഉണ്ട്. അവർ തന്നെ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് തരും. എയർപോർട്ടിൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ തന്നെ സെക്യൂരിറ്റി കുറേ പേര് അറേഞ്ച് ചെയ്ത് വെച്ച് കാണും. അതിൻ്റെ നടുക്ക കൂടെ കാറിൻ്റെ ഡോറ് തുറങ്ങുന്നത് ഇറങ്ങുന്നത് തൊട്ട് കംപ്ലീറ്റ് വിത്ത് മ്യൂസിക് ഒക്കെ ഇട്ട് അവരിട്ടുള്ളും. കംപ്ലീറ്റ് ഹൈദരാബാദ് എയർപോർട്ടിൽ ജയറാമിലെ വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഫാനൊക്കെ ഉണ്ട് അവരുടെ. നമ്മൾ നടക്കുമ്പോൾ ഫുള്ളായിട്ട് ഫാനൊക്കെ വെച്ചൊരു മുടിയൊക്കെ പറന്നിട്ട് എനിക്ക് വേണ്ടി നടക്കാം. അത് ചെയ്ത് തരാം. അവർ ലൊക്കേഷനിൽ ഒന്ന് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഉണ്ട്. അതായത് ഞാൻ ഇതൊക്കെ ഇട്ട് മാസ്ക് വെച്ച് അറിയാതെ നടന്നു പോകണം. അപ്പോൾ പുറകിൽ നിന്ന് വന്ന് അവർ കണ്ടുപിടിക്കും. പ്ലീസ് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് മാറ്റി ഓക്കെ അങ്ങനെ ഫോട്ടോ കൊടുക്കുക. പല ടൈപ്പിൽ അവർ ചെയ്തു തരും. ഞാൻ അവരോട് ചോദിക്കുന്നത് എന്തിനാ, എനിക്ക് വേറെ ആരോടും ചോദിക്കും. അതേ പറഞ്ഞാൽ അതൊക്കെ ചെയ്യേണ്ടതാണ് ശരിക്കും. ഞാൻ പറഞ്ഞ ആ ഒരു ഇതിൽ ഫെയിലിയർ ആയിട്ടുള്ള ആക്ടറാണ്. അതെൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. എന്തോ എനിക്കതിനോടൊന്നും വലിയ ഇത് തോന്നാറില്ല. ആഫ്റ്റർ ഓസ്ലർ മലയാളത്തിൽ സജീവമാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഭാഷകളിലും എനിക്ക് തോന്നുന്നത് തുടർച്ചയായിട്ട് സിനിമ ചെയ്യാണല്ലോ. അങ്ങനെ മലയാളം എങ്ങനെയാണ് 365 ദിവസം ജോലി ചെയ്യാനുള്ള സിനിമകൾ മറ്റു ഭാഷയിലുണ്ട്. തമിഴിലുണ്ട്, തെലുങ്കിലുണ്ട്. തെലുങ്കിൽ നിറയെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. കന്നഡത്തിൽ ഇപ്പോൾ നിറയെ ചെയ്യുന്നു. ദർശൻ എന്ന് പറയുന്ന അവിടുത്തെ വലിയ ആക്ടറുടെ അടുത്ത പടം ചെയ്യുന്നത്. അപ്പോൾ മറ്റു ഭാഷകളിലെല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ നമുക്കൊരു തിരിച്ചും ഒരു അക്സെപ്റ്റൻസ് തിരിച്ച് വലതുകാലി വെച്ച് കയറാനായിട്ടൊരു ഭാഗ്യം മലയാളികൾ ഉണ്ടാക്കി തന്നാൽ തീർച്ചയായിട്ടും നല്ല നല്ല സിനിമകൾ, ഒരിക്കലും അവരെ പറ്റിക്കാത്ത, അവർക്കൊരു ഇത് തോന്നാത്ത സിനിമകൾ ഇനിയും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ജയറാമേട്ടൻ എങ്ങനെയായിരിക്കും ഒരുപാട് പുതുതലമുറ ഫിലിം മേക്കേഴ്സ് കൂടിയുള്ളത്. ഇപ്പം മിഥുൻ അങ്ങനെ പുതിയ തലമുറയിൽ ഒരാളാണ്. ജയറാമേട്ടൻ എങ്ങനെയായിരിക്കും ഒരു ആക്സസ് എന്ന് പറയുന്നത്? ഇപ്പം ഒരു കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുക? കാരണം വെച്ചാൽ ഇപ്പം തെലുങ്ക് ഇതുപോലെ നല്ലൊരു ക്യാരക്ടർ സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ PR ഇത് വരുന്ന പോലെ ഇവിടെ അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് മാനേജർ അല്ലെങ്കിൽ ജയറാം അങ്ങനെ ഒരു സംവിധാനം ഒന്നുമില്ല. ഒരു മാനേജറോ നിറയെ പേര് മറ്റു ഭാഷകളിൽ പോകുമ്പോൾ ചോദിക്കാറുണ്ട് ആൾക്കാർ. എൻ്റെ എല്ലാം സകല ഡേറ്റ് ഇത്രയും വർഷം 36 വർഷമായിട്ട് എനിക്കൊരു ഡയറി ഇല്ല. ഒരു പേനയോ ഡയറിയോ ഒരു ഡേറ്റ് എഴുതി വെക്കുന്നതോ അല്ലെങ്കിൽ മൊബൈലിൽ ഒന്നുമില്ല.
ഉള്ളി എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇത്രയും ഈ 4 ഭാഷകളിലും ചെയ്യുന്ന സമയത്ത് അങ്ങനെ കൂടി വേണ്ടേ? അതിനൊരു സംവിധാനം വേണ്ടേ? കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ചെയ്തുകൂടെ ശരിക്കും? എനിക്കെന്തോ ഞാൻ നേരത്തെ ഈ ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, വേണമെങ്കിൽ ഒരു 2-3 ഫോണുള്ളൊരു മാനേജർ വേണമെങ്കിൽ അതൊക്കെ. പക്ഷേ എനിക്കെന്തോ ചിലപ്പോൾ അവരുടെ ഇടപെടൽ അല്ലേ നമ്മൾ ഒരു ഒറ്റ കോളിൽ കിട്ടാവുന്ന അല്ലേ നമ്മളെ കാര്യം നമ്മൾ തന്നെ ഒരാളോട് സംസാരിക്കുന്നതല്ലേ നല്ലത്. ഏറ്റവും ഉള്ളു. ഞാൻ ഇന്നേ വരെ എൻ്റെ ഫോൺ നമ്പറോ ഒരു സാധനം ആ ഒരു ഫോണുള്ളൂ. എനിക്ക് ഫോൺ കണ്ടുപിടിച്ച കാലം തൊട്ട് ഒറ്റ നമ്പറേ ഉള്ളൂ. മലയാളികൾക്ക് മുഴുവൻ അറിയാം. അപ്പം ഞാൻ അങ്ങേ ഉത്സവ കമ്മിറ്റിക്കാരും എല്ലാവർക്കും എല്ലാം ചെണ്ടൊക്കെ ബുക്കിംഗ് ആൾക്കാർക്ക് മറ്റേത് അത് ഉത്സവ കമ്മിറ്റി എല്ലാം ഒരൊറ്റ നമ്പറേ ഉള്ളൂ. ഞാൻ അങ്ങേ നാളെ നമ്മൾ തമ്മിലുള്ള ഇത്രയും വർഷത്തെ ബന്ധം വെച്ചിട്ട് ഹലോ ജയറാം സാർ കൊഞ്ചം പേസണമാ ഞാൻ മാനേജർ പേസെന്ന് പറഞ്ഞത് ഇഷ്ടമാവും. ഞാൻ തന്നെ വിളിക്കുന്നല്ലേ. അപ്പം എന്തായാലും ഓസ്ലർ ഒരു ഗംഭീര തിരിച്ചുവരവ് എന്നുള്ളത് മലയാളത്തിൻ്റെ കാര്യത്തിൽ മാത്രം പറയുന്നതാണ്. അത് ജയറാമേട്ടൻ വരുത്തി വെച്ച ഗ്യാപ്പിൻ്റെ കൂടി കാര്യത്തിൽ പറയുന്നതാണ്. അതിനപ്പുറത്ത് എല്ലാവരും സ്വീകരിക്കുന്ന ഒരു പടമായി മാറട്ടെ. പിന്നെ എല്ലാ ഭാഷകളിലെയും സിനിമ മലയാളത്തിലും സമാന്തരമായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ഗംഭീര, ഇപ്പം നമ്പിയെപ്പോലുള്ള കൂടുതൽ റോളുകൾ കൂടി മലയാളത്തിലേക്ക് വരട്ടെ എന്ന് പ്രേക്ഷകരോട് കൂടി എന്താ പറയാനുള്ളത്? ഇപ്പം നമ്മുടെ നമ്പിയുടെ കാര്യം പറഞ്ഞപ്പോൾ മണിസാർ അങ്ങനെ ഒരുപാട് ഹ്യൂമർ സിനിമകൾ ചെയ്യുന്ന ആളല്ല അല്ല. പക്ഷേ ഈ നമ്പിയിൽ എത്രത്തോളം ഹ്യൂമർ വേണം എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതേപോലെ അടുത്ത കാലത്ത് ഞാൻ ഞെട്ടിപ്പോയൊരു ഡയറക്ടറാണ് ശങ്കർ സാർ. ശങ്കർ സാറിൻ്റെ കൂടെ രാംചരൺ പടം അല്ലേ, ബ്രഹ്മാണ്ഡമായ സിനിമകൾ എടുക്കുന്ന ശങ്കർ സാറ് എന്തൊരു സെൻസ് ഓഫ് ഹ്യൂമറാണെന്നറിയാമോ? ഭയങ്കര. ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് സാർ ഇത്രയും കാലം ഹ്യൂമർ പടങ്ങൾ ചെയ്തില്ലെന്ന്. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വന്ന് പറഞ്ഞുതരും. ഇപ്പം നമ്മളൊരു കാര്യത്തിൽ ഈ ശബ്ദത്തിലാണ് അവിടെ ചെയ്യേണ്ടെങ്കിൽ ആ ശബ്ദം വരെ ഒന്ന് പറഞ്ഞു തരും. അത്രേ പാടുള്ളൂ കേട്ടോ. എനിക്ക് മ്യൂസിക് അത്രയാണ് ഇടുന്നത്. ഇത്രേ പാടുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നത് ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇത്രയും കാലം ഹ്യൂമർ പടങ്ങൾ ചെയ്തില്ല. ഭയങ്കര ഹ്യൂമറസാണ്. എൻ്റെ ഉഗ്ര ക്യാരക്ടറാണ് അതിനകത്ത്. ഓരോന്ന് അപ്പോൾ അങ്ങനെ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. കുറേ ഭാഷകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. മലയാളത്തിൽ തിരിച്ചുവരവ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കന്നഡത്തിൽ നിറയെ സിനിമ ചെയ്യുന്നുണ്ട്, തെലുങ്കിൽ ചെയ്യുന്നുണ്ട്, തമിഴിൽ ചെയ്യുന്നുണ്ട്. ഇനി എനിക്കൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നൊരു ഭാഷ ഭോജ്പൂരിയാണ്. കുറേ പടങ്ങൾക്ക് എന്നെ വിളിക്കുന്നു. ഞാൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ എനിക്ക് ഭാഷ അറിയില്ല, മറ്റേതറിയില്ല, അതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ബച്ചൻ പുള്ളിയുടെ ഫേവറേറ്റ് ഫിലിം ഇൻഡസ്ട്രികൾ ഒന്നാന്നൊക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2024 മിക്കവാറും ഭോജ്പുരി പടം തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇനി ഭോജ്പുരിയും കൂടെ ഒന്ന് പഠിക്കണം. എന്താ ഈ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചവർണ്ണ തത്തയിലെ പഞ്ചവർണ്ണ കേരളത്തിൽ വലിയ ചർച്ചയായ സിനിമയല്ല, പക്ഷെ അതിലെ ഒരു സ്പെസിഫിക് ക്യാരക്ടർ അല്ലെങ്കിൽ അതിലെ ആ ഡിസൈൻ, മൊട്ടയടിച്ച ഡിസൈനാണ് നമ്പിയിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറ്റു ലാംഗ്വേജിൽ ഇപ്പം ഈ പറയുന്ന തമിഴിലൊക്കെ ഇനീഷ്യൽ കോളൊക്കെ വരുന്നതിന് കാരണം മലയാളത്തിലെ കൃത്യമായൊരു പടവും ക്യാരക്ടറും നോട്ടീസ് ചെയ്തിട്ടാണല്ലോ. അത് ഓരോ ലാംഗ്വേജിലും അങ്ങനെയാണല്ലോ. ഇപ്പം കന്നഡയിൽ ഇപ്പം എന്താണ് എന്നെ ചൂസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എന്താ ഓരോ ലാംഗ്വേജിന് പറയാറുള്ളത്? അല്ല, അങ്ങനെയല്ല. ഇപ്പം നമുക്ക് എല്ലാം ഈ സോഷ്യൽ മീഡിയ വന്ന് ഇത്രത്തോളം എല്ലാവർക്കും എല്ലായിടത്തും നിന്ന് കാണാമല്ലോ. അതെ. ഇപ്പോൾ കോവിഡ് ഒരു മഹാമാരി വന്ന സമയത്ത് ഹോളിവുഡിലുള്ള ആക്ടേഴ്സ് പോലും വീട്ടിലിരിക്കുക. അവരും ഇന്ത്യൻ സിനിമകൾ കാണുക, നോക്കുക, എന്താ ഭാഷ, മലയാളത്തിലെ സിനിമകൾ മുഴുവൻ കാണുക. എല്ലാം ലോകം മുഴുവൻ ഒറ്റ ഇതിലേക്ക് വന്നില്ലേ, ഒരു വിഷ്വൽ ഇതിലേക്ക്. ഇപ്പോൾ നമ്മൾ മറ്റു ഭാഷയിൽ ചെല്ലുമ്പോഴല്ലേ, മലയാളത്തിൻ്റെ ഓരോ ഭാഷകളിൽ ചെല്ലുമ്പോഴും മറ്റ് അവിടുത്തെ നായകന്മാരും അല്ല മലയാള പടം ഇപ്പോൾ കണ്ടുള്ളൂ. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക അടുത്ത സിനിമയ്ക്ക്. ഇത്രയും ഇതൊക്കെ വന്നപ്പോൾ ഒരുപാട് ലോകം വളരെ ചെറുതായില്ലേ. അതാണ്. അപ്പോൾ എന്തോ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുക. അപ്പോൾ ഓസ്ലറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഉറപ്പായും. അപ്പോൾ ഓസ്ലർ ഗംഭീരമാവട്ടെ. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന മറ്റു പ്രൊജക്റ്റുകളൊക്കെ, മറ്റെല്ലാ ലാംഗ്വേജിലെ പ്രൊജക്റ്റുകളും മലയാളിക്ക് മുന്നിലെത്തട്ടെ. അപ്പോൾ ഗംഭീരമായിട്ട്. താങ്ക് യു സോ മച്ച്. ബൈ.